നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോരാട്ടം നാളെയാണ്. എത്തിഹാദിൽ പോയിട്ട് റയൽ മാഡ്രിഡിന് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ 1:30 കളി. അപ്പോൾ ഈ ചോദ്യം കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കുന്നു. റയലിൻ്റെ മുൻ കോച്ച്, ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ കോച്ച് മാർക്ക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടന്ന് മുന്നോട്ടേക്ക് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് റയൽ ചെയ്യേണ്ടത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുക, ബാലൻസ് മെയിൻ ചെയ്യുക. അപ്പോൾ അത്തരം സമയങ്ങളിലാണ് വാൽവർദെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കേണ്ടത് എന്നുകൂടി ഞാൻ കരുതുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ കളി റയൽ ജയിച്ചല്ലോ, 3-0 ജയിച്ചു. അതിനുശേഷം റയലിലെ ആളുകളോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി, ഓഫ് കോഴ്സ് ഞാൻ സംസാരിച്ചു. സിറ്റിക്കെതിരെയുള്ള കളിക്ക് ശേഷം ഞാൻ വിളിച്ച് ക്ലബിനെയും പ്രസിഡൻറ്റിനെയും ഒക്കെ അഭിനന്ദനങ്ങൾ അർഹിച്ചു. അതുപോലെ തന്നെ പ്ലെയേഴ്സിനോടും ഞാൻ സംസാരിച്ചു. ഞാൻ ഇപ്പം റോഡ്രിഗോയോട് സംസാരിക്കാറുണ്ട്, എങ്ങനെയാണ് അവൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ സംസാരിക്കാറുണ്ട്. ഐ ആം ഇൻ ടച്ച്. യെസ്, റയലുമായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്നു എന്നുകൂടി ആഞ്ചലോട്ടി പറഞ്ഞു. അപ്പോൾ ആഞ്ചലോട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഫെഡയുടെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം നിങ്ങൾ കണ്ടില്ല, അതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കോച്ചിങ് ലൈസൻസ് കീപ്പ് ചെയ്യുന്നത്. എനിക്കറിയാലോ ഒരു കളിക്കാരൻ്റെ കപ്പാസിറ്റി എന്താണെന്ന്. ആ ഹാട്രിക്ക് തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിരുന്നു. ഞാൻ അവനൊരു മെസ്സേജ് അയച്ചു, തീർച്ചയായിട്ടും നിനക്ക് ബ്രസീൽ പാസ്പോർട്ട് ഇല്ലാത്തത് വലിയ നാണക്കേടായി പോയി എന്ന് ഞാൻ തമാശയായിട്ട് അവരോട് പറയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്. അതായത് അവൻ്റെ മികവ് കണ്ടിട്ട് അവൻ ബ്രസീലിലായിരുന്നെങ്കിൽ എന്നുപോലും താൻ കൊതിക്കുന്നുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.